വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് തൊട്ട് മുന്നിലുള്ളത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിൽ സേവ് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് കാൽക്കുലേഷനൊക്കെ ഉപയോഗിച്ച് എക്സാമ്പിളായിട്ടൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ, അതായത് നിങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷനും അതിൽ നിന്ന് നിങ്ങളെ ടാക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടി വരുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ തന്നെ ഞാൻ ബാങ്കിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളിത് കണ്ടതിന് ശേഷം മാക്സിമം ആൾക്കാർക്കിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഇനി ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് അപ്പം തന്നെ കാണാനും സാധിക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ അത് എങ്ങനെ ആനുവലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഓരോ ദിവസവും ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താണെന്നും ഫിക്സഡ് ഡിപ്പോസിറ്റും റെക്കറിംഗ് ഡിപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ മുന്നേ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് ക്വിക്കായിട്ട് ഒരു ഐഡിയ പറയാം. സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ബാങ്കിൽ കുറച്ച് പൈസ കൊണ്ടുപോയിട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് പോയിട്ട് വിഡ്രോ ചെയ്യുന്നു. ഇതൊക്കെയാണ് സേവിങ്സ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ബാങ്കിന് ഒരു ഫിക്സഡ് ആയിട്ട് കമ്മിറ്റ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ 1 വർഷത്തേക്ക് ഇടാം, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഇടാം, അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് അതിനകത്ത് ഉറപ്പായിട്ട് ഇടാമെന്നൊന്നും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവായിരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നത്. പക്ഷേ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താണ്, നിങ്ങൾ ബാങ്കിന് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്, നിങ്ങൾ ഒരു നിശ്ചിത കാലത്തേക്ക് നിങ്ങളുടെ എമൗണ്ട് അവിടെ ലോക്ക് ചെയ്തിടാന്ന്, നിങ്ങൾ അതിൽ നിന്ന് ആക്സസ് ചെയ്യില്ലെന്നൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരാൻ പോകുന്നത് സേവിങ്സ് അക്കൗണ്ടിന് കൂടുതലായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നോർമലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്? ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് 7 ദിവസം മുതൽ 10 വർഷത്തേക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡെപ്പോസിറ്റിനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുകയാണ് ബാങ്കിന് ഇത്ര നാളെ ഇടുന്നത്. അപ്പോൾ ബാങ്ക് നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഒരു ആനുവലി ഇടുകയാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് തരികയാണ്. 1 വർഷത്തേക്ക് നിങ്ങൾ ഇട്ട എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ചേർത്ത് ഇത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് 12 മാസത്തേക്ക് ചൂസ് ചെയ്തു, 1 ലക്ഷം രൂപയാണ് ഇടാൻ പോകുന്നത്. ആ ബാങ്കിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് 7,000 ആണെന്ന് വിചാരിച്ചു, 7,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, 1,07,000 കൂടെ ചേർത്തിട്ട് 1,07,000 രൂപ ആ 12 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ആ പൈസ വിഡ്രോ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇമാജിൻ ഇതിനിടയ്ക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാലും നിങ്ങൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തത്, നിങ്ങൾക്ക് ബാങ്ക് കമ്മിറ്റ് ചെയ്തത് പ്രകാരമുള്ള റിട്ടേൺ, അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പോസിറ്റ്സിന് കൂടി എന്ന് വിചാരിക്കുക, എന്നാലും നിങ്ങൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തതാണ് ബാങ്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് നോർമലി നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് പറയാണ് ഇത് നിങ്ങൾക്ക് ഒരു മന്ത്ലി വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ ക്വാർട്ടർലി വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് വേരിയേഷൻ വരും. അപ്പോൾ അങ്ങനെ പേ ഔട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് മെച്യൂരിറ്റിയിൽ എമൗണ്ട് ലെസർ ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു, 1 ലക്ഷം ബാങ്കിൽ ഇടുന്ന 7% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ അതിന്റെ പേ ഔട്ട് വേണമെന്ന് നിങ്ങൾ ബാങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, 3 മാസത്തെ പേ ഔട്ട് നിങ്ങൾക്ക് ഓൾറെഡി ബാങ്ക് തരേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെച്യൂരിറ്റിയിൽ തരാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി 7,000 3 മാസം കൂടുമ്പോൾ കിട്ടുമ്പോഴത്തേക്കും അതിന്റെ
25% നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് 1 വർഷത്തേക്ക് ഫിക്സഡ് ആയിട്ട് ഇടുമ്പോൾ, അതായത് പേ ഔട്ട് വേണ്ടെന്ന് പറയുന്ന സിറ്റുവേഷനും നിങ്ങൾ പേ ഔട്ട് വേണം എന്ന് പറയുന്ന സിറ്റുവേഷൻ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആക്സസ് ചെയ്യാൻ പോകുന്നതിന് ബന്ധപ്പെട്ടിട്ടിരിക്കുകയാണ്. നിങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടും. പക്ഷേ ക്വാർട്ടർലി വേണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ക്വാർട്ടർലി നിങ്ങൾക്ക് ബാങ്ക് തരുന്നതനുസരിച്ച് തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് മെച്യൂരിറ്റിയിൽ കുറയും. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 2 ടൈപ്പാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളത്. ഒന്ന് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റും ഒന്ന് നോൺ ക്യുമുലേറ്റീവ് ആയിട്ടുള്ളത്. സേവിങ്സ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് കിട്ടണമെങ്കിൽ. കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഉണ്ട്, അടുത്ത വർഷം മെച്യൂരിറ്റി എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നതിനെയാണ് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അത് ഒന്നും കൂടെ വ്യക്തമായിട്ട് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 1 ലക്ഷം രൂപ നിങ്ങളിട്ട് 7% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെച്യൂരിറ്റി സമയത്ത്, അതായത് 12 മാസം കഴിയുമ്പോൾ 1,07,000 ആണെന്ന് പറഞ്ഞു. ഇനി സപ്പോസ് 2 വർഷത്തേക്കാണ് നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുന്നത്, നിങ്ങളത് നോൺ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ ആണ്, എന്ന് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, നിങ്ങൾക്ക് 2 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7 14, അതായത് 7% 1 വർഷം, 2 വർഷം ആകുമ്പോൾ 14% ടോട്ടലി വന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 14,000 രൂപ, 1,14,000 രൂപയാണ് നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോഴത്തേക്കും മെച്യൂരിറ്റി ആയിട്ട് കിട്ടുന്നത്. ഈ ഞാൻ പറയുന്നത് നോൺ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെതാണ്. ഇനി ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, വളരെ സിമ്പിൾ ആണ് സംഭവം. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് എത്ര കിട്ടി, 1 ലക്ഷം ഇട്ടപ്പോൾ 1,07,000 കിട്ടി. ആ 1,07,000 പിന്നെ അതിന്റെ 7% കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മെച്യൂരിറ്റി 2ാമത്തെ വർഷം എൻഡിൽ വരുന്നത്. ഇനി 3 വർഷത്തേക്കാണ് ഇതേ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും, ആദ്യത്തെ 1,07,000 വന്നു, പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള 7% കാൽക്കുലേറ്റ് ചെയ്ത് 2ാമത്തെ വർഷം എൻഡിൽ കിട്ടി, 3ാമത്തെ വർഷം ആകുമ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടി. അതാണ് കോമ്പൗണ്ടിങ്. ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുമെന്നുള്ള ഓൾറെഡി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾക്ക് ക്വാർട്ടർലി ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് വരുമെന്ന് ഞാൻ എക്സാമ്പിൾ സഹിതം അതിനകത്ത് കാണിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു നോൺ ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റിനും ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഫിക്സഡ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ 3 വർഷം ആകുമ്പോൾ 7% ആണ്. ഈ 1 ലക്ഷത്തിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ 21,000 രൂപ പ്ലസ് നിങ്ങൾക്ക് 1,21,000 ആണ് നിങ്ങളുടെ മെച്യൂരിറ്റി എന്ന് ബാങ്ക് പറയും. അതല്ല കോമ്പൗണ്ടിങ് ആണെങ്കിൽ എന്താണ്, ആദ്യത്തെ 1,07,000 പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 1 വർഷം കഴിയുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാങ്ക് നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് 7.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും, വേറൊരു ബാങ്ക് പറയാണ് 7% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 7.5% ആയിരിക്കും അട്രാക്റ്റീവ് എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കോമ്പൗണ്ടിങ് ആണോ എന്നുള്ളത് നോക്കാം. കോമ്പൗണ്ടിങ് ആണ് എന്ന് പറയുകയാണെങ്കിലാണ് ഈ 2ാമത് പറയുന്ന 7.5% അട്രാക്റ്റീവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റി എമൗണ്ട് എത്ര വരുമെന്ന് ആദ്യമേ തന്നെ ചോദിച്ച് രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. എന്താണ്, ഈ 7% പറയുന്ന ബാങ്ക് ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റും 7.5% പറഞ്ഞ ബാങ്ക് ചിലപ്പോൾ നോൺ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടിന്റെ കേസിന് വളരെ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ് മെച്യൂരിറ്റി എമൗണ്ട്, ഞാൻ 1 lakh ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 lakh ഇട്ട് കഴിഞ്ഞാൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷന്റെ മെത്തേഡ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ക്യുമുലേറ്റീവ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് ഉണ്ട്. അത് ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷനും ഒന്ന് കോമ്പൗണ്ടിങ് കാൽക്കുലേഷനും. പിന്നെ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് വേണം, മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ വേണം അല്ലെങ്കിൽ ഹാഫ് ഇയർലി വേണമെന്ന് നിങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മെച്യൂരിറ്റി വരുന്ന സമയത്തും എമൗണ്ടിൽ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേഷനെ കുറിച്ച്. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ഏർണിംഗ് വരുന്ന എമൗണ്ട് TDS വഴിയല്ല. ആക്ച്വലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകമായിട്ട് ആ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഏൺ ചെയ്ത ഇൻകമായിട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് ടാക്സ് പേ ചെയ്യേണ്ടി വരും. നിങ്ങൾ ടാക്സ് ലാബിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഏത് ടാക്സ് ലാബിലാണ് വരുന്നത് അതിൽ നിങ്ങൾ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാണിച്ചിട്ട് ഏർണിംഗ് ആയിട്ട് കാണിച്ചതിന് ശേഷമാണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിനകത്ത് ഓൾറെഡി സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് TDSന് ആപ്ലിക്കബിൾ ആണ്. എന്താണ്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം
ഞാൻ ഒരു ബാങ്ക് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഞാൻ ടാക്സ് എടുത്തിട്ട് ഗവൺമെന്റിന് പേ ചെയ്യണം. മനസ്സിലായില്ലേ? പക്ഷെ നേരത്തെ സേവിങ്സ് അക്കൗണ്ട് സെനാരിയോയിൽ നമ്മൾ കണ്ടത് എന്താണ്? ആക്ച്വലി മെച്യൂരിറ്റി സമയത്ത് ആ കേസിൽ ഗവൺമെന്റിന് പേ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. പക്ഷേ ഈ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആവുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് എല്ലാ വർഷവും ടാക്സ് ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ടാക്സ് ഡിഡക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. സപ്പോസ് നിങ്ങൾ 2 വർഷത്തേക്കുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണോ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. 2 വർഷത്തേക്കാണെങ്കിൽ 1ാമത്തെ വർഷം തന്നെ നിങ്ങൾ ടാക്സ് എത്രയാണോ കൊടുക്കേണ്ടി വരുന്നത് അത് ബാങ്ക് പേ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത്. 2ാമത്തെ വർഷം അങ്ങനെ തന്നെയാണ്. ഇനി എത്രയാണ് ടാക്സ് വരുന്നതെന്ന് നോക്കാം. 40,000-ന് മുകളിലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡിൽ നിന്ന് ഏൺ ചെയ്യുന്നെങ്കിൽ, ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് നിങ്ങൾക്ക് 40,000-ന് മുകളിലാണ് ഏണിംഗ് എങ്കിൽ ആ 40,000-ന് മുകളിലുള്ള എമൗണ്ടിനാണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. സീനിയർ സിറ്റിസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 50,000, ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ 40,000 50,000. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ അവർക്ക് 50,000-ന് മുകളിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്നുള്ള ഏർണിംഗ്സിനാണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. 10% ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10 ലക്ഷം രൂപ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടെന്ന് വിചാരിക്കാം. 10 ലക്ഷം ഇട്ടു. നിങ്ങൾക്ക് അതിൽ നിന്ന് സപ്പോസ് 5% ആണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ എത്ര വന്നു? 50,000 രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത്. 50,000 വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 40,000-ന് മുകളിലുള്ളത് അത് എത്രയാണ്? അപ്പോൾ 10,000. അപ്പം നിങ്ങൾ 60 വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ 10,000-ന് മുകളിൽ, അതായത് 50,000 വന്നു, അപ്പം 40,000-ന് മുകളിൽ എത്ര വന്നു? 10,000 വന്നു. ആ 10,000-ന്റെ 10% ആണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇതെങ്ങനെയാണ്? ബാങ്ക് നിങ്ങളുടെ നിന്ന് 1000 ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നത്. ഇനി 2 വർഷത്തേക്കാണെങ്കിൽ എന്ത് ചെയ്യും? ഓരോ വർഷവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടാക്സ് ഡിഡക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യും. നിങ്ങൾ ഓവറോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു ടാക്സ് സ്ലാബിൽ വരുന്ന ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിട്ടേൺ ഫയൽ ചെയ്ത് തിരിച്ചു കിട്ടൂല എന്നുള്ള കാര്യം. കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കാണിച്ച് എത്രയാണ് ഏർണിങ്സ് എന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് റിട്ടേൺ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ടാക്സ് സ്ലാബിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ട് അത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ടാക്സ് കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് ഇത്രയും പെർസെൻറ്റേജ് കിട്ടും, അത് നിങ്ങൾക്ക് മെച്യൂർഡ് ആകുമ്പോൾ കിട്ടും. അതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കറിയാം ഇക്വിറ്റി, അതായത് നമ്മൾ ഇപ്പം ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് ഉണ്ട്, പക്ഷേ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. ബട്ട് റിസ്ക് എലമെന്റ് ഉണ്ട്. പക്ഷേ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ കുറവാണ്. ഒബ്വിയസ്ലി ബാങ്ക് നിങ്ങൾക്കൊരു ഗ്യാരണ്ടി പറയും. പക്ഷെ നിങ്ങൾ വിചാരിക്കുമോ ഇനി ബാങ്ക് ഒക്കെ തകർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഒരു 3-4 വർഷം മുമ്പ് DICGC കവർ എന്താണെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഇൻഷുറൻസ് കവർ 2 ലക്ഷമായിരുന്നു. പിന്നെ ഗവൺമെന്റ് അത് 5 ലക്ഷമായിട്ട് മാറ്റി. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടീഡ് കോർപ്പറേഷൻ അതെന്താണെന്നും അവരെങ്ങനെയാണ് ആ ഇൻഷുറൻസ് കവർ കൊടുക്കുന്നതെന്നൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞു. ഒരേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് 2 ലക്ഷമായിരുന്നു, അപ്പോൾ ഇപ്പോൾ 5 ലക്ഷമാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ബാങ്ക് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ മാക്സിമം ആ ഡെപ്പോസിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്ന കവറേജ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് ആസ് പെർ ദാറ്റ് ഇൻഷുറൻസ്. അതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾ ഇട്ടിട്ട് ബാങ്ക് തകർന്നു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മാക്സിമം കവറേജ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് എങ്ങനെയാണെന്നും അതിന് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് കൊടുക്കുക. അതുപോലെ ഒരുപാട് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നതിന് ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.